നമസ്കാരം. പെരിയ ഇരട്ടക്കൊലപാതകം പീതാംബരന്റെ മാത്രം പ്രതികാരമായി മാറ്റാൻ CPM-നാകുമോ? ഇല്ലെന്ന് പീതാംബരന്റെ ഭാര്യയുടെയും മകളുടെയും അമ്മയുടെയും വാക്കുകൾ വ്യക്തമാക്കുന്നു. പാർട്ടി അറിയാതെ പീതാംബരൻ ഒന്നും ചെയ്യില്ല. പാർട്ടി അറിയാതെ പീതാംബരൻ അനങ്ങില്ല. അവർ ഒരേ സ്വരത്തിൽ പറയുന്നു. എന്നാൽ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതാകും എന്ന പരിഹാസമാണ് കോടിയേരിയുടെ മറുപടി. അങ്ങനെ കിടപ്പുമുറിയിലെ അടക്കം പറച്ചിലിന്റെ പ്രാധാന്യമേ കോടിയേരി ഇരട്ടക്കൊലയുടെ ആസൂത്രണ മികവിന് നൽകുന്നുള്ളൂ. പീതാംബരനെ കഴിഞ്ഞ ദിവസം തള്ളി, കുടുംബത്തെ ഇന്ന് തള്ളി. ഇങ്ങനെ ഒന്നൊന്നായി തള്ളിപ്പറഞ്ഞ് കേരള പര്യടനം നടത്തുന്ന കോടിയേരിയെ ജനം തള്ളുമോ എന്ന് സ്വയം പരിശോധിക്കുന്നതും നല്ലതാണ്. കൊന്നു തള്ളുന്നവരും തള്ളിപ്പറയുന്നവരും പിടിവള്ളിയാക്കുന്നത് പാർട്ടിയെ തന്നെയാണെന്നത് ജനം കാണാതിരിക്കില്ലല്ലോ. NSSന്റെ സ്നേഹിതനായി കൂടിയാണ് കോടിയേരി ഇന്ന് അവതരിച്ചത്. സമുദായ നേതാക്കന്മാരെ അങ്ങോട്ട് ചെന്ന് കാണാനും മടിയില്ലെന്ന് കോടിയേരി വ്യക്തമാക്കി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചുവടുമാറ്റം? ശബരിമല കഴിഞ്ഞപ്പോൾ ചോരമല. അങ്ങനെ എപ്പോഴും ഏതെങ്കിലുമൊക്കെ മലയിടുക്കിൽപ്പെട്ട് കിടന്നാൽ ലോക്സഭ കടക്കില്ലെന്ന ആശങ്കയാകുമോ മനം മാറ്റത്തിന് പിന്നിൽ, സ്നേഹ വായ്പിന് പിന്നിൽ? സമുദായ നേതാക്കന്മാരോട് മാത്രമാകരുത് ഈ സ്നേഹം. അവനവന്റെ പ്രവർത്തന മണ്ഡലത്തിലുള്ള രാഷ്ട്രീയ പ്രതിയോഗികളോടും വേണം മര്യാദ. അത്തരമൊരു വാക്കും കോടിയേരിയുടെ ഇന്നത്തെ വാചകങ്ങളിൽ കണ്ടില്ല. 30-ന് താഴെയുള്ള കൗമാരക്കാരുടെ കാലനാകുകയാണ് പാർട്ടിയെന്ന് സെക്രട്ടറി അറിഞ്ഞ മട്ട് കാട്ടുന്നുമില്ല. എല്ലാം കെട്ടിവെക്കാൻ ഒരു പീതാംബരന് കിട്ടിയതുകൊണ്ട് കൈകളിലെ ചോരക്കറ ആരും കാണാതിരിക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, കൗമാരക്കാരുടെ കാലനാകുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ CPM നേതാവ് M സ്വരാജ് MLA, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, എഴുത്തുകാരൻ KC ഉമേഷ് ബാബു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. തള്ളിപ്പറഞ്ഞ് വിയർക്കുന്നോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ M സ്വരാജ്, കഴിഞ്ഞ ദിവസങ്ങളിൽ പീതാംബരനെ തള്ളിപ്പറയുന്നു. ഇപ്പോൾ പീതാംബരൻ്റെ കുടുംബത്തെയും തള്ളിപ്പറയുന്നു. ഇങ്ങനെ പരമാവധി ഈ വിഷയവുമായി രാഷ്ട്രീയ ബന്ധമില്ല എന്ന് തെളിയിക്കാനുള്ള പരിശ്രമത്തിൽ മാത്രം വ്യാപൃതനാകേണ്ടി വരുന്നു തെക്കൻ മേഖലാ ജാഥയുടെ ക്യാപ്റ്റനും നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്. പക്ഷേ ജനം എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഇത്? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ CPM-ന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഈ കാര്യത്തിൽ പാർട്ടി ബന്ധം വ്യക്തമായിരിക്കുന്നു ഈ കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലിലൂടെ. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് പീതാംബരനെ തള്ളിപ്പറയാൻ പാർട്ടി നിർബന്ധിതമായിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നതായും അവർ പറയുകയാണ്. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യം. അതിനോടുള്ള പ്രതികരണം നോക്കൂ, നമ്മൾ ഈ കാസർകോട്ടെ 2 യുവാക്കൾ കൊല്ലപ്പെട്ട സംഭവം ഇപ്പം 3-ാം ദിവസമാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. 3 ദിവസമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. എനിക്കതിലൊരു അസഹിഷ്ണുതയുമില്ല. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ചർച്ച ചെയ്താലും അത് ചർച്ച ചെയ്യാൻ പാടില്ലാത്തൊരു വിഷയമാണെന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ എനിക്കുള്ളൊരു അഭിപ്രായം, ഈ ചർച്ചകളും ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഒരു പൊതുബോധവും അക്രമത്തിനും കൊലപാതക രാഷ്ട്രീയത്തിനും കൊലപാതകങ്ങൾക്ക് തന്നെയും എതിരായി വികസിക്കുകയാണ് വേണ്ടത്. നമുക്കെല്ലാവർക്കും ഒരേ മനസ്സോടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിലേർപ്പെടാൻ കഴിയുകയാണ് വേണ്ടത്. ഈ വിഷയത്തിൽ ഇപ്പോൾ നിങ്ങൾ CPIM-നെ വിമർശിക്കുന്നതിനോടും എനിക്ക് അസഹിഷ്ണുതയില്ല. ഒരർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ വിമർശനത്തിന്, ഈ വിഷയത്തിൻ്റെ പേരിലുള്ള വിമർശനത്തിന് ഞങ്ങൾ അർഹരാണ്. ഞങ്ങൾക്കിതിലൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ധാർമ്മിക ഉത്തരവാദിത്വമാണ്. CPIM എന്ന പാർട്ടിക്കുള്ള ഉത്തരവാദിത്വം ധാർമ്മിക ഉത്തരവാദിത്വമാണ്. കാരണം ഈ വിഷയത്തിൽ പ്രതിയായി ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കിതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ലല്ലോ. വിമർശനങ്ങളെ നേരിടേണ്ടി വരികയും ചെയ്യും. അതിനോടൊന്നും ഒരസഹിഷ്ണുതയും ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല. പക്ഷേ ഇപ്പോൾ ചർച്ചയുടെ തുടക്കത്തിൽ താങ്കൾ പറയുന്ന ഒരു നില നോക്കുമ്പോൾ ഒരു ദുരുപദിഷ്ടമായ ഉദ്ദേശം ഇതിലുണ്ട് എന്നാണ് തോന്നുക. അത് നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യില്ല. അത് കേരളീയ സമൂഹത്തിൽ അക്രമം ഇല്ലാതാക്കുന്നതിലേക്ക് നയിക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഒരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടാൽ, അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ചെയ്യേണ്ടത് അയാളെ പുറത്താക്കുകയും
ഇത്തരത്തിലുള്ള നടപടികളുമായി മുൻപോട്ട് പോകുന്നവർക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാവില്ല എന്ന് പറയുകയുമല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നു ഉത്തരവാദിത്വമുള്ള ഏതു രാഷ്ട്രീയ പാർട്ടിയും അതാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ ഒരു സംശയം ഇത് തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ടല്ലേ എന്നാണ്. അല്ല, ഞങ്ങൾ കേരളത്തിൻ്റെ ഈ ചരിത്രത്തിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അത്ര ചരിത്രമൊക്കെ പറയുമ്പോൾ പലർക്കും അത് വിഷമാവുന്നു. അപ്പോൾ വേണ്ട, ഞാൻ അതൊന്നും പറഞ്ഞിപ്പോഴും ആരെയും പ്രകോപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സുദീർഘമായ ഒരു ചരിത്രമുണ്ട്. അതിലേറെ പരിക്ക് പറ്റിയവരും ഏറെ ദുഃഖിച്ചവരും ഏറെ നഷ്ടം സംഭവിച്ചവരുമാണ് ഞങ്ങൾ. സ്വാഭാവികമായും ചില തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട്. പല രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും അതിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കേരളീയ സമൂഹം ഇതിനെല്ലാം എതിരായി ഒരു പൊതുബോധം ഉയർത്തിക്കൊണ്ടുവന്ന് കൊലപാതകങ്ങളില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് സാധ്യമാക്കണം. ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കേരളത്തിൽ അതിൽ ഞങ്ങൾക്ക് നേതൃപരമായ ഒരു പങ്കുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്കതിനോട് വിയോജിപ്പില്ല. അതുകൊണ്ട് CPIM അക്കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കണം എന്ന നിലയ്ക്ക് തന്നെയാണ് സമീപകാലത്ത് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, ശ്രീ സ്വരാജ്, ഒരു പൊതു സമീപനം എന്ന നിലയിൽ സ്വാഗതാർഹമാണ് ഇത്തരമൊരു കാര്യം. പക്ഷെ നമ്മെ സംബന്ധിച്ചിപ്പോൾ അടിയന്തര പ്രാധാന്യമുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ദീർഘകാല ലക്ഷ്യം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന മുൻകൈ അടക്കമുള്ള കാര്യങ്ങളുടെ സ്വാഗതാർഹമായ ആസന്ന ഭാവിയിലെ അജണ്ടകളല്ല. നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത് ഇരട്ട കൊലപാതകത്തിൻ്റെ പശ്ചാത്തലമാണ്. അതിലുണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ പീതാംബരൻ പറയുകയാണ് ഞാനിത് ചെയ്തു, ഭാര്യ പറയുന്നു പാർട്ടി പറഞ്ഞിട്ട് ചെയ്തു. ഞാനിത് ചെയ്തു എന്ന് പീതാംബരൻ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. കാരണം പീതാംബരനെ നിങ്ങളും പ്രതിസ്ഥാനത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിലാണല്ലോ പീതാംബരനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം അതിൽ നിന്ന് ഒഴിയുക. ഭാര്യ പറയുന്നത് പാർട്ടി ബന്ധത്തെ പറ്റി ആയതുകൊണ്ട് നിങ്ങൾ ഭാര്യയെ തള്ളി പറയുന്നു. ഇനി പീതാംബരൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോ? ഒരു സെക്കൻഡ് സർ, പീതാംബരൻ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുത്തതായി അറിയുന്നത് കഞ്ചാവിൻ്റെ ലഹരിയിൽ ചെയ്തു പോയി എന്നാണ്. അപ്പോൾ ഇതിന് രാഷ്ട്രീയ ബന്ധമേ ഇല്ല. ഒരു ലഹരിയിൽ സംഭവിച്ചു പോകുന്ന അക്രമം ഇങ്ങനെ നിസ്സാരവൽക്കരിച്ച് ഒരു യാഥാർത്ഥ്യത്തെ നിങ്ങൾ സമീപിക്കുന്നു. മറുവശത്ത് ഒരു വിശാല മനസ്ഥിതിയും അതിനുള്ള മുൻകൈയെ പറ്റിയുള്ള ഗിരിപ്രഭാഷണങ്ങളും നടക്കുന്നു. ഈ വൈരുദ്ധ്യമാണ് ഇന്നത്തെ ദിവസവും ഈ ചർച്ചയെ പ്രസക്തമാക്കുന്നത്. സ്വരാജ്, ഒരിക്കലുമല്ല. വേണു ഒരു മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന പോലെയാണ് കേൾക്കുന്നവർക്ക് തോന്നുക. ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഒറ്റ വാക്കിലങ്ങ് അവസാനിപ്പിക്കാം. തെരഞ്ഞെടുപ്പ് എടുത്തുകൊണ്ടാണോ എന്നാണ് നിങ്ങളുടെ ചോദ്യം. അല്ല, ഇതിനു മുൻപ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു ചെറുപ്പക്കാരൻ കണ്ണൂരിൽ കൊല്ലപ്പെട്ടപ്പോഴും അതിൽ പ്രതികളായി വന്നവരെ പുറത്താക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചത്. ഞങ്ങളെല്ലാം അതിനെ അതിശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. അന്ന് തെരഞ്ഞെടുപ്പില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇതിൽ ആ ചോദ്യത്തിന് നിങ്ങൾ ക്ഷമിക്കണം, ആ ചോദ്യത്തിൽ ഒരു പരിഹാസ്യതയുണ്ട്. എന്താണെന്നറിയാമോ? പീതാംബരൻ പറയുന്നതിനെ നിങ്ങൾ കേൾക്കുന്നു, ഭാര്യ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല. കഞ്ചാവിൻ്റെ ലഹരിയിലാണെന്ന് അയാൾ പറയുന്നു. അപ്പോൾ ഒരു നിസ്സാരമായ കുറ്റം. ഇത് നിസ്സാരമാണെന്നൊക്കെ ആര് പറഞ്ഞു? പീതാംബരൻ്റേത് ഒരു പ്രതി എന്ന നിലയ്ക്ക് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ കോടതിയും അന്വേഷണവും അല്ലേ തീരുമാനിക്കേണ്ടത്. അതിൻ്റെ വക്കീലൊന്നും അല്ലല്ലോ ഞാൻ. നമ്മുടെ മുൻപിലുള്ള വസ്തുത എന്താണ്? ഈ കേസിലെ പ്രതി എന്ന് ഇപ്പോൾ പ്രതിയായി നിൽക്കുന്ന ആളാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. അയാളെയാണ് സംശയം എന്ന് ഞാൻ ആദ്യമായി കേൾക്കുന്നത്. കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളും കൊല്ലപ്പെട്ട ആളുടെ അച്ഛൻ തന്നെയാണെന്ന് തോന്നുന്നു. ചാനലുകളോട് പ്രതികരിച്ചതാണ് ഞാൻ കേട്ടത്. പീതാംബരനെയാണ് സംശയം, പീതാംബരൻ, അങ്ങനെയാണ് ആ പേരാദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ തന്നെ സംശയം ചൂണ്ടിക്കാണിച്ച ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അയാളെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ വന്നിട്ടുള്ള വിവരങ്ങളുടെ ചില ഭാഗങ്ങളാണ് വാർത്തയായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അതിനൊക്കെ അയാൾക്ക് മാത്രമല്ലേ ഉത്തരവാദിത്വം പറഞ്ഞ കാര്യങ്ങൾക്ക്. ആ മൊഴിക്ക് പക്ഷേ നിയമത്തിൻ്റെ മുൻപിൽ, കോടതിയുടെ മുൻപിൽ ഒരു വിലയുണ്ട്. അത് പ്രതിയുടെ മൊഴിയാണ്. ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമോ അത് പ്രതിയുടെ ഭാര്യ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ദയവായിട്ട് നിങ്ങൾ മുൻവിധി മാറ്റിവെച്ച് ചിന്തിക്കൂ. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായ പ്രതിയുടെ ഭാര്യയുടെ മൊഴി കണക്കിലെടുത്തുകൊണ്ടാണോ നമ്മൾ അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിധി എഴുതാറുള്ളത്? ഞാൻ താങ്കളെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു കൊലക്കേസ് ചർച്ച ചെയ്തു. അത് മുത്തൂറ്റ് കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ കൊലക്കേസായിരുന്നു. പ്രതി ഓംപ്രകാശ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഓംപ്രകാശിനെ അറസ്റ്റ് ചെയ്ത ആ ദിവസം, അത് സമയക്കുറവുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നില്ല, വളരെ കൗതുകകരമാണ്. ഏതായാലും അറസ്റ്റ് ചെയ്ത ദിവസം കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അഭിപ്രായം ഇവിടെ കൊടുത്തു.
അവർ പറഞ്ഞു ഞങ്ങളുടെ മകൻ ശുദ്ധനാണ്, അവൻ അങ്ങനെ ചെയ്യുകയേ ഇല്ല. ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടുള്ള ഏത് പ്രതിയുടെയും ബന്ധുക്കൾ അവർ ശുദ്ധഗതിക്കാരാണ്, അവർ നിരപരാധികളാണെന്ന അർത്ഥത്തിലേ പറഞ്ഞിട്ടുള്ളൂ. കൊല്ലപ്പെടുന്നവരുടെ ബന്ധുക്കളും പ്രതിയാകുന്നവരുടെ ബന്ധുക്കളുമെല്ലാം ആ സമയത്തുള്ള മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതാണ്. പ്രതിയുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് അത് കോടതിയുടെ മുമ്പാകെ പറഞ്ഞോട്ടെ, അന്വേഷണം വന്നോട്ടെ, ആർക്കെന്ത് വേണം. ഞങ്ങളിതേ പറയുന്നുള്ളൂ, ഞങ്ങളുടെ ഒരാൾ ഒരു കൊലക്കേസിൽ പ്രതിയായാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ അയാൾക്ക് സംരക്ഷണം കൊടുക്കണോ? അയാളെ തള്ളിപ്പറഞ്ഞ് പുറത്താക്കി ഇത്തരം പ്രവർത്തികൾക്ക് ഞങ്ങളുടെ പിന്തുണയില്ല എന്ന് സമൂഹത്തെയും ഞങ്ങളുടെ പ്രവർത്തകരെയും ബോധ്യപ്പെടുത്തണോ? ഇതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ശരി, ഞാൻ കരുതുന്നു ഇന്ന് കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കേണ്ട ഒരു നിലപാടാണ് CPIM എടുത്തിട്ടുള്ളത്. എല്ലാവരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട പ്രവർത്തകരുണ്ടെങ്കിൽ അവരെ തള്ളി പറയാം. മറ്റു അതിഥികളിലേക്കൂടെ പോവുകയാണ്. ഞാൻ ഈ ഭാര്യയുടെ പ്രതികരണം പറഞ്ഞത് അതിന്റെ നിയമപരമായ സാധുതയെ മുൻനിർത്തിയല്ല. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞത് ഞാനല്ല, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദ്യമായി സൂചിപ്പിച്ചത്. ഞാൻ അങ്ങയിലേക്ക് വരാം വീണ്ടും. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഏറ്റവും വലിയ പ്രതി സ്ഥാനത്ത് നിൽക്കുന്നയാളായി കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞത് സ്വരാജും ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളിൽ കണ്ടുവെന്ന് പറഞ്ഞ പീതാംബരനെയാണ്. മറ്റൊരു പേരുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വത്സൻ. അതിൻ്റെ സ്ഥിതി എന്താണ് എന്നറിയില്ല. എന്തായാലും പീതാംബരനെ പിടികൂടിയിരിക്കുന്നു, പീതാംബരനെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. ഈ പാർട്ടി ഒരു സാധാരണ പാർട്ടിയല്ല എന്ന് ഡീനറിയാം. അത് ഈ ഷുഹൈബിൻ്റെയും കൃപേഷിൻ്റെയും ശരത്തിൻ്റെയും അനുഭവം വെച്ച് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ കർക്കശമായ നിലപാടിന് ഒരു പ്രത്യാഘാതവും ഉണ്ടാകില്ല എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതായത് ഒരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകില്ല എന്ന് CPM ശക്തമായൊരു നിലപാടെടുത്തിരിക്കുന്ന കേസ് കൂടിയാണിത്. അങ്ങനെ ഇവിടെ ഇപ്പോൾ പല രൂപത്തിൽ കോടിയേരി പറഞ്ഞതും ഇപ്പോൾ ദാ M സ്വരാജും എല്ലാം ആവർത്തിക്കുന്നതുമായ ആ വാക്കുകളെ നിങ്ങൾ ചെവിക്കൊള്ളുന്നുണ്ടോ? അതായത് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കിനും M സ്വരാജിൻ്റെ വാക്കിനും പഴയ ജാക്കിൻ്റെ വില മാത്രമേ ഉള്ളൂ. കേരളത്തിലെ CPIM പ്രസ്ഥാനം അക്രമത്തിനെതിരാണ്, ഞങ്ങൾ അക്രമികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊക്കെയുള്ള ഈ ഗ്രിപ്പ് പ്രഭാഷണം ഒരുപാട് നമ്മൾ കേട്ടതാണ്. ഇവിടെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല. എന്താ CPMൻ്റെ പ്രശ്നം എന്നറിയാം? ഈ സ്വരാജ് പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ്. എനിക്ക് ഈ സ്വരാജിനോടുള്ള അഭിപ്രായം, കാരണം സ്വരാജ് ഒരുപക്ഷെ ഷംസീറിനെ പോലെയല്ല. ഷംസീർ DYFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തലശ്ശേരി MLA ആയിരിക്കുന്ന അദ്ദേഹമാണ് മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തത്. അതുപോലെ എന്താ പറയുക, TPയുടെ വധക്കേസിലെ മുഴുവൻ ഇപ്പോൾ പ്രതികളെ സംരക്ഷിക്കത്തില്ല, ഞങ്ങൾ തള്ളിപ്പറഞ്ഞല്ലോ, ഇത് മാത്രമല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നാണല്ലോ ഇവിടെ സ്വരാജ് പറഞ്ഞത്. നമ്മുടെ അനുഭവം അതല്ലല്ലോ. ഇപ്പോൾ DYFIയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന AN ഷംസീർ TPയുടെ വധക്കേസിലെ മുഹമ്മദ് ഷാഫിയുടെ കല്യാണം നടത്തി കൊടുത്തയാളാണ്. ബെൻസ് കാറിൽ ആ എന്താ പറയുക കല്യാണ ചെറുക്കനെ യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തയാളാണ്. അപ്പോൾ ഇവരുടെ പാരമ്പര്യമൊക്കെ ഇതാണ്. അപ്പം കൊടിസുനിമാരുടെയും മുഹമ്മദ് ഷാഫിമാരുടെയും കിർമാണി മനോജുമാരുടെയും ഒക്കെ ഉറ്റ കളിത്തോഴന്മാരാണ് ഈ ഷംസീറും സ്വരാജും ഒക്കെ. പരോക്ഷമായി സ്വരാജിനെ കുറിച്ച് ഞാൻ ഡയറക്റ്റ് പറയുന്നില്ല. എന്നാൽ പോലും സ്വരാജ് ആർക്ക് വേണ്ടിയാണ് വാദിക്കുന്നത്? ഈ കൊടും ക്രിമിനൽ സംഘത്തിന് വേണ്ടി വാദിക്കല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ധാർമ്മികത ഇനിയുമെങ്കിലും അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ മുൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരുപക്ഷെ എനിക്കറിയത്തില്ല നിങ്ങൾ DYFIയുടെ അഖിലേന്ത്യാ ഭാരവാഹി ആണോ എന്ന്. നിങ്ങളൊരു ഉത്തരവാദിത്തപ്പെട്ട MLA ആണ്. ഈ വിധത്തിലാണോ ന്യായീകരിക്കേണ്ടത്? കോടിയേരി ബാലകൃഷ്ണന് ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കാൻ എന്ത് അവകാശമാണുള്ളത്? അദ്ദേഹം കേരള സംരക്ഷണ ജാഥയാണല്ലോ നയിക്കുന്നത്. സമാധാനം എന്ന് പറയുന്നൊരു വാക്ക് ആ ജാഥയുടെ മുദ്രാവാക്യത്തിലുണ്ട്. എന്ത് സമാധാനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്? ഈ നാട്ടിൽ ഈ വിധത്തിലാണോ സമാധാനം ഉണ്ടാക്കിയത്? അപ്പോൾ ഇവിടെ ഒരു തരത്തിലും നമുക്ക് നീതി ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കൗമാരക്കാരുടെ കാലനാകുന്നോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ മാതൃഭൂമിയെ അഭിനന്ദിക്കുകയാണ്. കാരണം എട്ടും പൊട്ടും തീയാത്ത ചെറുപ്പക്കാർ, ഞാൻ പറയുന്നു, ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇന്ന് രാവിലെ വരെ കാസർഗോഡ് ആ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള ഒരാളാണ്. അവിടെ മരണമുണ്ടായ ആ സമയം മുതൽ ഏതാണ്ട് ഒരു 6 മണിക്കൂറിന് ശേഷം അവിടെ പോവുകയും ഈ അടുത്ത സമയം വരെ ഞാൻ അവിടെ നിന്ന ഒരാളാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അവിടെ എന്താ ഉണ്ടായത്? അവിടെ ഒരു സംഘർഷമുണ്ടായി. രാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വാഭാവികമാണ്. ആ രാഷ്ട്രീയ സംഘർഷമുണ്ടായപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതൃത്വം 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പോലീസിന് പരാതി കൊടുത്തു. ഇവർക്ക് വധഭീഷണി ഉണ്ടായപ്പോൾ പോലീസ് ഒന്നും ചെയ്തില്ല. 2, അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ ചില്ലറ ആളുകളല്ല. അവിടുത്തെ ഉദുമ MLA കുഞ്ഞിരാമന്റെ അടുക്കൽ പോയി കോൺഗ്രസ് നേതാക്കന്മാർ സമീപിച്ചു. ഈ പ്രശ്നം പറഞ്ഞു തീർക്കണം,
ഇത് അപകടകരമായി മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഒരു സംഘർഷമുണ്ടായി, ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നു, അത് അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ തയ്യാറാകണമെന്ന് പറഞ്ഞു. കുഞ്ഞിരാമൻ്റെ റിപ്ലൈ എന്തായിരുന്നു? കുഞ്ഞിരാമൻ എന്താ ചെയ്തത്? പോലീസ് എന്താ ചെയ്തത്? അപ്പോൾ പോലീസും CPIM നേതൃത്വവും തമ്മിലുള്ള ഒരു ക്രിമിനൽ നെക്സസ് ആദ്യം മുതൽക്കേ ഈ കാര്യത്തിലുണ്ട്. ഇനി ആ കൃത്യം നടന്ന ദിവസങ്ങളിൽ അവിടെ നടന്നിട്ടുള്ളത് എന്തൊക്കെയാ? ഒരു CPM ഇപ്പോൾ ഈ ഭാര്യയൊക്കെ സ്വരാജ് തള്ളിപ്പറയുന്നത് കേട്ടാൽ തോന്നും. ഞാൻ പറയട്ടെ, ഞാൻ ആ സ്ഥലത്ത് പോയ ആളാ. അവിടെ ഈ പീതാംബരൻ്റെ വീട്ടിലുൾപ്പെടെ അവിടെയുള്ള മാർക്സിസ്റ്റുകാർ മുഴുവൻ അന്നത്തെ ദിവസം ഈ കുടുംബത്തിന് ഉൾപ്പെടെ ഒരുപക്ഷെ അറിയാമായിരുന്നിരിക്കണം, അവരെ മുഴുവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഈ കൃത്യം നടക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ ആളുകളും അവിടെ നിന്നും പലായനം ചെയ്തു. എന്ന് വെച്ചാൽ പലായനം എന്നല്ല, അവിടെ നിന്ന് മാറി നിന്നു. അവിടുത്തെ CPMൻ്റെ കടമുറികൾ മുഴുവൻ ഷട്ടറിട്ട് പൂട്ടുന്നു. അതിനുശേഷമാണ് ഈ കൃത്യം നടക്കുന്നത്. ഇവർക്കെല്ലാം മുന്നറിവുണ്ടായിരുന്നു, ഈ കാര്യത്തിൽ പോലീസിന് മുന്നറിവുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം അറിഞ്ഞു വെച്ച് ഒരു കൃത്യം അവിടെ നിറവേറ്റ് ചെയ്യാനുണ്ടായത്. ഒരു കാര്യം കൂടി പറയട്ടെ, പീതാംബരൻ മാത്രം വിചാരിച്ചാൽ ഇതുപോലൊരു കൊലപാതകം നടക്കില്ല. ഇപ്പോൾ പറയുന്നത് പീതാംബരന് എന്തുകൊണ്ട് വൈരാഗ്യം ഉണ്ടായിക്കൂടാ, അതിനു വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം പോളം ജോർജ് മുത്തൂറ്റിൻ്റെ കേസൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. പീതാംബരൻ മാത്രം വിചാരിച്ചാൽ ഈ കേസ് ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? CPMൻ്റെ കില്ലർ സ്ക്വാഡ്, ഞാൻ ആ ഡെഡ് ബോഡി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാ. ഷുഹൈബിൻ്റെ ദേഹത്ത് എത്രമാത്രം എങ്ങനെ മാരകമായ മുറിവുകൾ ഉണ്ടാക്കിയോ അതേ നിലയിൽ തന്നെ ഈ എന്താ പറയുക ശരത് ലാലിൻ്റെ ദേഹത്തും മുറിവുകൾ കാണുന്നു. തലയ്ക്ക് പുറകിലുള്ള മുറിവിന് 11 സെൻറ്റിമീറ്റർ ആഴമാണുള്ളത്. അപ്പോൾ ഇതൊക്കെ പീതാംബരൻ തന്നെ, പീതാംബരൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഈ കൈ ഒടിഞ്ഞിരിക്കുന്ന പീതാംബരൻ തന്നെയാണോ പിന്നെ അവിടെ പോയി ഈ എന്താ പറയുക ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടി വീഴ്ത്തിയത് ഒറ്റയ്ക്ക്? ഇതൊക്കെ ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ അതുകൊണ്ട് ഇവിടെ സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസ് തെളിയിക്കപ്പെടില്ല. ഒരു കാര്യം കൂടി ഞാൻ സ്വരാജിനോട് പറയാം. സ്വരാജ്, നിങ്ങൾ ഇനി ഈ പറഞ്ഞ പോലെ പ്രസംഗിച്ചാലൊന്നും ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ വേണു, അതായത് നിങ്ങൾ ഒറ്റക്കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ വിടുവായുത്തം അങ്ങ് നിർത്ത്. ഇത് ആരെ പറഞ്ഞ് ബോധിപ്പിക്കാനാണ്? നിങ്ങൾ പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ ഇപ്പോഴും കുഞ്ഞനന്തന്മാരെയും കിർമാണി മനോജുമാരെയും ജയിലിൽ വീട്ടിനേക്കാൾ കൂടുതൽ സൗകര്യം സംരക്ഷിക്കുന്നവരാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ കൊലപാതകം അവസാനിക്കുക? ഉമേഷ് ബാബു, ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം ഈ ഭാര്യയുടെ പ്രതികരണമാണ്. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് കോടിയേരി ചോദിക്കുന്നു, സ്വരാജ് ആവർത്തിക്കുന്നു. മാത്രമല്ല, കുറ്റം ചെയ്ത കൂട്ടത്തിലുള്ളവരുടെ ആരായാലും നിരപരാധികളാണെന്നേ പറയൂ എന്നും പറയുന്നു. ഇതിന് ഇനി അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം വന്നാൽ അപ്പോൾ കാണാമെന്നും പറയുന്നു. നമ്മുടെ എല്ലാം ഓർമ്മയിലുള്ള കാര്യമാണ്, അധിക ദിവസമായില്ല തിരുവനന്തപുരത്ത് ഈ മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയെ തിരഞ്ഞ് DC ഓഫീസിൽ പരിശോധന നടത്തിയ ചൈത്ര നേരിട്ട അനുഭവം. ആ ഘട്ടത്തിൽ ചൈത്ര പറഞ്ഞത് ഇദ്ദേഹം അവിടെ ഒളിച്ചിരിക്കുന്നുവെന്ന് ഭാര്യ പറഞ്ഞു എന്നാണ്. ഫോണിൽ സംസാരിച്ചപ്പോൾ ആ കാര്യം അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈത്ര അവിടെ പരിശോധനയ്ക്ക് പോകുന്നത്. മുഖ്യമന്ത്രി ഈ ഭാര്യയുടെ വാചകങ്ങൾ കോട്ട് ചെയ്ത് നിയമസഭയിൽ സംസാരിച്ചല്ലോ. അതിൻ്റെ തെളിവ് മൂല്യം അപാരമായതുകൊണ്ടാണോ? അല്ല, അത് CPMനും സർക്കാരിനും അനുകൂലമായ പ്രതികരണമായതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രതിയുടെ ഭാര്യയുടെ പ്രതികരണം നിയമസഭ പോലെ ഒരു സ്ഥലത്ത് ആധികാരികമായി അംഗീകരിക്കാൻ കഴിയുന്ന വാക്കുകളായി മുഖ്യമന്ത്രി കേരളത്തെ ബോധ്യപ്പെടുത്തുന്നു. ഇന്ന് കോടിയേരി ഈ കൊലപാതകം ചെയ്ത ആളുടെ ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ഭർത്താവ് ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കഥയാക്കി ചിത്രീകരിക്കുന്നു. CPMും മുഖ്യമന്ത്രിയും പറയുന്ന രൂപത്തിൽ ആളുകളുടെ പ്രതികരണം വിശ്വാസത്തിലെടുത്ത് നാമും ജീവിക്കണമെന്നാണോ ശ്രീ ഉമേഷ് ബാബു, കോടിയേരിയും സ്വരാജുമൊക്കെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിന് കീഴിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ള വലിയ പരിണാമമുണ്ട്. അതിൻ്റെ അണികളെ മുഴുവൻ കൊലപാതക വ്യഗ്രമായ ഒരു നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും CPMന് ഒരുപക്ഷെ അതിൻ്റെ അണികളെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അണികളെ നിയന്ത്രിക്കേണ്ട കാര്യമില്ല. കാരണം ആ പാർട്ടി ഒന്നടങ്കം ഈ ടെലിവിഷൻ ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ തന്നെ, പ്രത്യേകിച്ച് അതിൻ്റെ യുവജന നേതൃത്വമൊക്കെ സംസാരിക്കുന്ന ഒരു രീതിയും ഭാഷയുണ്ട്. ആ ഭാഷ ഈ പറയുന്ന എന്തോ ലോകത്തെ മുഴുവൻ ആളുകളും തങ്ങളുടെ ശത്രുക്കളാണ് എന്ന ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുക മാത്രമല്ല, അതിൻ്റെ സർവ്വ സൗകര്യങ്ങളും അതിൻ്റെ രാജകീയമായ സർവ്വ സൗകര്യങ്ങളും അനുഭവിച്ച് പുലരുന്നൊരു പാർട്ടിയാണ് CPM, മറ്റെല്ലാ പാർട്ടികളെയും പോലെ. പക്ഷേ നിങ്ങൾ നോക്കുക, നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എത്രയോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പ്രതികരിക്കുന്ന നിലയിലും സംസാരിക്കുന്ന നിലയിലുമാണോ CPMൻ്റെ നേതൃത്വം സംസാരിക്കുന്നത്?
ഈ ഈ ഈ പറയുന്ന ഈ കാസർഗോട്ടെ ഇരട്ട കൊലപാതകത്തിന് ശേഷമുള്ള 2-3 ദിവസവും നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ച ഒരു മനോഭാവം ഉണ്ടല്ലോ, ആ മനോഭാവത്തെ കൊലപാതക വ്യഗ്രമായ മനോഭാവം എന്നല്ലാതെ വേറൊരു വാക്ക് വെച്ച് വിശേഷിപ്പിക്കാൻ പറ്റില്ല. കാരണം 2 മനുഷ്യർ, 2 ചെറുപ്പക്കാർ, 2 കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊലപാതകം നടത്തിയ ആൾ CPM-ൻ്റെ പ്രവർത്തകരാണ്. അത് അംഗീകൃതമായിട്ടുള്ള വസ്തുതയാണ്. ആ സമയത്ത് മരണ വീട്ടിൽ വിനീതമാകുന്നില്ലാത്ത മനുഷ്യർ എന്ത് കമ്മ്യൂണിസ്റ്റുകാരാണ്? മരണ വീടാണ് മനുഷ്യൻ്റെ ഈ ധർമ്മസങ്കടത്തിൻ്റെ അവസാനത്തെ സ്ഥലമായിട്ട് ലോകം മനസ്സിലാക്കുന്നത് മരിച്ച വീടാണ്. 2 കുട്ടികളെ കൊല്ലുക, വെട്ടിക്കൊല്ലുക, നിസ്സാരമായ കാരണത്തെ മുൻനിർത്തിയിട്ട് കൊല്ലുക. കൊന്നിട്ടതിന് ശേഷവും കൊന്നതിൻ്റെ ചോരക്കറ കയ്യിലുള്ള ഈ ആളുകൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരോട് ഏത് നിലയിലാണ് കയർക്കുകയും പെരുമാറുകയും ചെയ്യുന്നത്? ഇത് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ളൊരു CPM ആണ്, പഴയ CPM അല്ല. ഈ CPM-ൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളെ മുഴുവൻ നിങ്ങൾ നോക്കുക, ഇവരെല്ലാം ഈ നിലയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, കൊലപാതക വ്യഗ്രമായ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് ഈ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിദ്ധ എഴുത്തുകാരനുമായിട്ടുള്ള അശോകൻ ചരുവിൽ ഈ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെയും എൻ്റെയും പടം വെച്ചിട്ട് തൃശ്ശൂരിലെ മറ്റുള്ള ഏതോ ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ അടിയിൽ പോയിട്ട് എനിക്കെതിരായിട്ട് ഈ അശോകൻ ചരുവിൽ എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ ഒരു കമൻ്റ് എനിക്കൊരാൾ അയച്ചു തന്നു. അമ്പരന്ന് പോയി ഞാൻ. കാരണം അതാണ്, അയാൾ കൊലപാതക വ്യഗ്രമല്ലാത്ത ഒരു മനസ്സെന്ന് അത്തരം വിശേഷണം പുറപ്പെടുകയില്ല. ഈ വിശേഷണം എഴുതി വയ്ക്കുന്ന ഒരാൾ, സാമൂഹ്യ മാധ്യമത്തിൽ എഴുതി വയ്ക്കുന്ന ഒരാൾ കേരളത്തിലെ പ്രസിദ്ധനായ എഴുത്തുകാരനും CPM-ൻ്റെ സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയും 63-64 വയസ്സുള്ള ഒരാളുമാണ്. ഈ ഒരു മനോഭാവത്തിലേക്ക് ഈ പാർട്ടിയെ ഒന്നടങ്കം നയിച്ചു. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, TP ചന്ദ്രശേഖരനെ കൊന്നതിന് തൊട്ട് ശേഷം പിണറായി വിജയൻ കോഴിക്കോട് നടത്തിയൊരു പ്രസംഗത്തിൽ പറഞ്ഞത് പാർട്ടി തീപ്പന്തമാകുന്നതാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഒരു അവകാശമില്ല ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ. തീപ്പന്തമായിട്ടാണോ പാർട്ടി പ്രവർത്തിക്കേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്നേഹത്തിൻ്റെ, നിരുപാധിക മനുഷ്യ സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വം വിഭാവനം ചെയ്തിട്ടുള്ളത്. അതൊരല്പ അക്രമാസക്തതയൊക്കെ കാണിച്ചിട്ടുള്ളത് യുദ്ധ സാഹചര്യങ്ങളിൽ മാത്രമാണ്, യുദ്ധസമാനമായ എതിർപ്പുകൾ നേരിട്ട സാഹചര്യങ്ങളിൽ. 1940-കളിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഇപ്പോഴെന്ത് എതിർപ്പാണ് ഈ CPM എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നേരിടുന്നത്? എന്താ ചെയ്തിരിക്കുന്നത് അറിയോ നിങ്ങൾ? കൊലപാതകം എല്ലാ മുക്കിലും മൂലയിലും ആവർത്തിക്കും. കാരണം എന്ന് വെച്ചാൽ അതിനെ ഘടനാപരമായി അത് അങ്ങനെ ആക്കി തീർത്തിരിക്കുന്നു. സെൽഫ് ഡിഫെൻസ് ടീമുകളെന്ന് പറഞ്ഞിട്ട് കൊലപാതക പരിശീലനം നടത്തിയ ഏറിയ തലത്തിലുള്ള സംഘങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് CPM. ആരെ നേരിടാൻ വേണ്ടിയിട്ടാണ്? ഏത് അസൗകര്യത്തിൻ്റെ നടുവിലാണ് CPI ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഏത് സംഘടിതമായ എതിർപ്പാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ഈ കൊലപാതക വ്യഗ്രമായ മനസ്സിൻ്റെ ഉടമസ്ഥരായി ഈ താഴെത്തട്ടിലുള്ള അണികളും ഈ ഇടത്തരം നേതാക്കന്മാരും ഉയർന്ന നേതാക്കന്മാരും നിലകൊള്ളുന്ന കാലത്തോളം CPM-ന് തീർച്ചയായിട്ടും ഈ മനുഷ്യരുടെ രക്തത്തിൽ തന്നെ ആവർത്തിച്ച് നിൽക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യേണ്ട സാഹചര്യം വരും. പിന്നെ ഈ കാസർഗോട്ടെ കൊലപാതകം നമുക്കറിയാലോ, വടിവാൾ ഉപയോഗിച്ച് മനുഷ്യന് കൈ പൊട്ടി എന്ന് പറയുന്ന ഒരാൾ ഒരു വടിവാൾ എന്ന് പറയുന്ന ഒരു ആയുധം കണ്ടിട്ടുള്ള ആൾക്കറിയാം, അത് ഉപയോഗിക്കാൻ പറ്റില്ല അയാൾക്ക് ശാരീരികമായിട്ട്. അത് മാത്രമല്ല 3-10 മിനിറ്റുകളുടെ ഇടവേളക്കകത്ത് ഈ മനുഷ്യരെ ഒരു ദൃക്സാക്ഷിയുമില്ലാത്ത മേഖലയിൽ ഈ കൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് 200 മീറ്റർ മാറിയിട്ട് മാത്രമേ വീടുകളും ആൾക്കാരും ഉള്ളൂ. ആ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ തമ്പടിച്ച് ഈ 2 മനുഷ്യരെ ഇത്ര നിഷ്ഠൂരമായി വെട്ടിക്കൊന്ന് മരണം ഉറപ്പാക്കി പിൻവാങ്ങുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്തിട്ടുള്ളത് ആരാണെന്ന് കാസർഗോഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഏത് മാധ്യമ പ്രവർത്തകരോടും ചോദിച്ചാൽ അറിയാം. അവർ കാസർഗോട്ടുകാർ പോലുമല്ല എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് CPM-ൻ്റെ വളരെ വിദഗ്ധമായിട്ടുള്ള TP ചന്ദ്രശേഖരൻ കേസ് തൊട്ട് ഉള്ള ഏത് കേസിലുമുള്ള വിദഗ്ധവും
പഴുതില്ലാത്തതുമായ ആസൂത്രണത്തിൻ്റെ പുറത്ത് നടത്തിയൊരു കൊലപാതകമാണ് ഇത്. ഇതിനെക്കുറിച്ചുള്ള ഒരു സത്യം വാസ്തവത്തിൽ ആ നിർഭാഗ്യവതിയായിട്ടുള്ള ശ്രീമാൻ പീതാംബരൻ്റെ ഭാര്യ മാത്രമേ പറയുള്ളൂ, അവർക്കേ പറയാൻ കഴിയുള്ളൂ. കാരണം അവരൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്, മനുഷ്യ സഹജമായിട്ടുള്ള നിഷ്കളങ്കത അവർക്കുണ്ട്. ഇത് പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുത്തൊരു കുറ്റമാണെന്നുള്ള അവരുടെ വാദം വളരെ വസ്തുതാപരമാണെന്ന് കേരളത്തിലെ ഏത് മനുഷ്യനും ഈ രാത്രിയും വിശ്വസിക്കാവുന്നതേ ഉള്ളൂ. ശരി, ശ്രീ കെ സി ഉമേഷ് ബാബു ചില ജനപ്രതിനിധികളായ യുവ CPM നേതാക്കന്മാർ പ്രതികരിക്കുന്ന വിധത്തെ വിമർശിച്ച് കണ്ടു. എന്തായാലും എൻ്റെ ഇന്നത്തെ അനുഭവത്തിൽ എന്തായാലും അങ്ങും സ്വരാജിനെ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങേയറ്റം പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെയാണ് സ്വരാജ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ സ്വരാജ്, ഇവിടെ ഡീൻ പറഞ്ഞ കാര്യം കേട്ടല്ലോ. അതായത് നിങ്ങൾ തള്ളിപ്പറയുന്നു എന്നത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നതല്ല. കാരണം അത് താൽക്കാലികമായൊരു തള്ളിപ്പറച്ചിലാണ്. ഇപ്പോൾ ഷുഹൈബിൻ്റെ കാര്യമെടുത്താൽ, ഷുഹൈബിൻ്റെ കാര്യത്തിൽ ആ ഭാഗത്തുള്ളവർ പോലുമല്ല, ആ ഭാഗത്തുള്ള പാർട്ടി പ്രവർത്തകർ പോലും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നായിരുന്നു ആദ്യത്തെ വാദം. പിന്നെ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ, അത് വേറൊരു ദിക്കിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞു. ആ ദിക്കിൽ നിന്ന് വന്നവരും CPM-മായി ഒരു ബന്ധവുമില്ല എന്ന് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആധികാരികമായി പറഞ്ഞു. പിന്നീടാണ് ആ ജില്ലാ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഒപ്പമുള്ള ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ സെൽഫിയുള്ള ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത്, സെൽഫി ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ പുറത്താക്കി. അതിനുശേഷം പിന്നെ കേൾക്കുന്ന വാർത്ത എന്താണ്? ആകാശ് തില്ലങ്കേരിക്ക് കാമുകിയെ ജയിലിനകത്ത് വെച്ച് കാണാനുള്ള സൗകര്യമൊരുക്കി കൊടുത്തു എന്നാണ്. ഇപ്പോൾ അങ്ങ് മാധ്യമ റിപ്പോർട്ടുകളാണ് ഉദ്ധരിച്ചത്. ഈ കൃപേഷിൻ്റെ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ പീതാംബരൻ്റെ പേര്, അങ്ങനെയാണ് പോലീസും അത് അറസ്റ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ചില മാധ്യമ റിപ്പോർട്ടുകളും അങ്ങ് വായിച്ചിട്ടുണ്ടാകും. അതിൽ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ഈ നിങ്ങൾ തള്ളിപ്പറഞ്ഞ ആളുകളെ എങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതേപ്പറ്റിയുള്ള വിശദാംശങ്ങളാണ്. മുൻ ലോക്കൽ സെക്രട്ടറി ജാമ്യം നേടി പുറത്തിറങ്ങിയ ശേഷം പാർട്ടി സംരക്ഷണയിലാണ്. ഇന്നിറങ്ങിയൊരു പത്രത്തിലെ വാചകങ്ങളാണ്. കഴിഞ്ഞയാഴ്ച കീഴല്ലൂർ പഞ്ചായത്തിലെ 5-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമതല ഇയാൾക്കായിരുന്നു. CPM നിയന്ത്രിത സഹകരണ സ്ഥാപനമായ റബ്കോയിലെ ജോലിയും സുരക്ഷിതമാണ്. ഷുഹൈബ് വധക്കേസിലെ മുഖ്യപ്രതി ആകാശ് തില്ലങ്കേരിക്ക് ജയിൽ ചട്ടം ലംഘിച്ച് കാമുകിയെ കാണാനുള്ള സൗകര്യം പോലും ലഭിച്ചിരുന്നു. 2014 TP കേസ് പ്രതികൾക്ക് മർദ്ദനമേറ്റെന്നാരോപിച്ച് കോടിയേരി വിയൂർ സെൻട്രൽ ജയിലിൽ പാഞ്ഞെത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ ഡീൻ പറഞ്ഞ ഈ ഷാഫിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ, ആർഭാടത്തോടെ നടത്തി കൊടുക്കുന്നതിൽ അവിടുത്തെ MLA വഹിച്ച പങ്ക്, ഇതിനൊക്കെയുള്ള മറുപടി എന്താണ്? ഈ മറുപടികളില്ലാതെ ഞങ്ങൾ പീതാംബരനെ തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത്, എല്ലാവരും വിശ്വസിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് സ്വരാജ്? തീർച്ചയായിട്ടും താങ്കൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ഡീൻ കുര്യാക്കോസും അതുപോലെ എഴുത്തുകാരൻ ശ്രീ കെ സി ഉമേഷ് ബാബുവും ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയാനുള്ള സമയം അനുവദിക്കുമെങ്കിൽ മറുപടി പറയുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും അനുവദിക്കുന്ന സമയത്ത് നിന്ന് മറുപടി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിലൊരു കാര്യം, എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും വിട്ടുപോയ പ്രധാനമായ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്തിയാൽ മതി. താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒരു തീർത്തും അനുചിതമായ ഒരു ഉദാഹരണം, ഒരു സാമ്യപ്പെടുത്തലുണ്ടായിരുന്നു. അത് ചൈത്ര തെരേസ ജോൺ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സഭയിൽ ഒരു പ്രതിയുടെ ഭാര്യയുടെ അഭിപ്രായം അവിടെ കോട്ട് ചെയ്തു എന്നുള്ളതാണ്. താങ്കൾ തന്നെ ഒന്ന് സ്വയം ആലോചിക്കണം, ആ ഉദാഹരണം നമ്മുടെ ഈ സന്ദർഭത്തിന് യോജിച്ചതാണോ എന്ന്. എന്തുകൊണ്ടെന്നാൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പോലീസ് ഓഫീസർ ആ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ ഇടയായത് ഈ പ്രതിയുടെ ഭാര്യയെ വിളിച്ചപ്പോൾ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായിരുന്നു അതിൻ്റെ കാരണം പറഞ്ഞത്. അതായത് പ്രതിയുടെ ഭാര്യയെ കോട്ട് ചെയ്തത് പോലീസും മാധ്യമങ്ങളുമാണ്. അപ്പോൾ പ്രതിയുടെ ഭാര്യ പറയുകയാണ് എന്നെ അങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. അവരുടെ പേരിൽ മുൻപോട്ട് വന്ന ഒരു വാർത്ത അവർ നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ നോക്കാം. മനസ്സിലായില്ല? അപ്പോൾ ശാസ്ത്രീയമായി തന്നെ അങ്ങനെ ഒരു വിളി ഇല്ല എന്നിരിക്കെ ആ വസ്തുത മുഖ്യമന്ത്രി പറയുകയാണ് ചെയ്തത്. അങ്ങ് അനവസരത്തിൽ അത് ഉദ്ധരിച്ചത് ശരിയായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. 2, ഇവിടെ ബഹുമാന്യനായ എഴുത്തുകാരൻ ശ്രീ കെ സി ഉമേഷ് ബാബു പറഞ്ഞ കാര്യങ്ങൾ, എനിക്കും ഒരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അദ്ദേഹം ഈ CPM-കാരെ ആകെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ വിമർശിച്ചു, അതിൽ തന്നെ യുവാക്കളെ വിമർശിച്ചു, MLA-മാരായ യുവാക്കളെ വിമർശിച്ചു. ഇപ്പോൾ ഇതിലെല്ലാം പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് എന്നെയാണോ പറഞ്ഞതെന്ന് ഞാനിങ്ങനെ സംശയിക്കുകയാണ്. ഏതായാലും എൻ്റെ ഉത്തമ ബോധ്യം ഞാൻ മര്യാദയോടെയും പരസ്പര ബഹുമാനത്തോടെയും കൂടിയാണ് ഇവിടെ സംസാരിച്ചത് എന്നാണ്. ഇനി അതിൽ വ്യത്യസ്തമായ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ ഞാനത് പരിശോധിക്കാം. 2, അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ എനിക്കൊരു പുതുമയുമില്ല. അദ്ദേഹം മുൻപ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണല്ലോ. കുറച്ചു കാലമായി ഞങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് അദ്ദേഹം.
ആ അകന്ന അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്രയോ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ശ്രീ KC ഉമേഷ് ബാബുവിൻ്റെതായി എവിടെയെങ്കിലും ഞാനൊരു അപലപിക്കൽ കേട്ടിട്ടില്ല. ഇനി ഞാൻ കേൾക്കാത്തതാണെങ്കിൽ ഞാൻ തിരുത്താം. ഈ കാലയളവിനിടയിൽ CPIM ഒരു നല്ല കാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. ഒരു നല്ല കാര്യവും ചെയ്തിട്ടില്ലേ ഈ പാർട്ടി? അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്, അങ്ങേക്ക് പാർട്ടിയെ സംബന്ധിച്ച് ചില മുൻവിധികളും ചില വിമർശനങ്ങളുമുണ്ട്. വിമർശനങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ചർച്ച ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിരിക്കില്ല. മാത്രവുമല്ല, വ്യക്തികളെ കേന്ദ്രീകരിച്ചാണോ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലും ചർച്ച ചെയ്യേണ്ടത്? നാം വ്യക്തികളെക്കുറിച്ചാണോ സംഭവങ്ങളെക്കുറിച്ചാണോ ആശയങ്ങളെക്കുറിച്ചാണോ സംസാരിക്കേണ്ടതെന്ന് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിപ്രായ പ്രകടനത്തിലേക്കും ഞാനിവിടെ പ്രതികരിക്കുന്നില്ല. കാരണം അദ്ദേഹം ഇവിടെ ചർച്ചയിൽ തുടങ്ങുമ്പോൾ തന്നെ കേൾവിക്കാർക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയും അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ കഴിയാന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എത്ര കാലം കഴിഞ്ഞാലും മായാതെ നിൽക്കുന്ന ഒരു CPM വിരോധമുണ്ട്. അത് കാലം പോകെ പോകെ മാഞ്ഞു പോകും എന്ന് പ്രത്യാശിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് കഴിയില്ല. ഇവിടെ ഡീൻ ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങൾ, ഇവിടെ കൗമാരക്കാരുടെ കാലനാകുന്നുവോ CPM എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ നമ്മുടെ ചർച്ച തുടങ്ങുന്ന സമയത്ത് ഇവിടെ ചില സാങ്കേതിക തകരാറ് കൊണ്ട് താങ്കൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായി കേട്ടില്ല. താങ്കൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ ചോദ്യവും നിർഭാഗ്യകരമാണ്. നോക്കൂ, ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴും ചർച്ചയുടെ ആദ്യ ഭാഗത്ത് സംസാരിച്ചപ്പോഴും പൂർണ്ണമായും തുറന്ന മനസ്സോടെയാണ് ഇവിടെ വന്നത്. കേരളത്തിലെ ഏത് അക്രമത്തെയും തള്ളിപ്പറയുന്ന മനസ്സുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഷുഹൈബ് കൊല്ലപ്പെട്ടപ്പോൾ നിയമസഭയിൽ ഞാൻ സംസാരിച്ചത് സഭാരേഖകളുടെ ഭാഗമാണ്. ഒരക്രമത്തെയും കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായിപ്പോയാൽ ആ സംഭവത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം നിഷേധിക്കാതെ തന്നെ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിന് CPIM ഇവിടെ ഒരു മാതൃക കാണിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചല്ലോ, കൗമാരക്കാരുടെ കാലനാകുന്നുവോ എന്ന്. ഞാൻ പഴയ ഏതെങ്കിലും സംഭവങ്ങൾ പറഞ്ഞ് ബാലൻസ് ചെയ്യാനോ ന്യായീകരിക്കാനോ ഉദ്ദേശിക്കുന്നതേയില്ല, അങ്ങനെ ചെയ്യില്ല. പക്ഷേ ഡീനും അവതാരകനും ഇവിടെ ഇങ്ങനെ ഒരു നില സ്വീകരിക്കുമ്പോൾ എനിക്ക് ചെറിയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാതെ പോകാനാവില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുൻപാണ്, ഒരുപാട് പഴയ കാര്യങ്ങളിലേക്ക് പോയാൽ ഡീൻ ആകെ പൊള്ളിപ്പോവും. ഞാൻ അങ്ങനെ പോകുന്നില്ല. മാത്രമല്ല, ഈ സന്ദർഭത്തിൽ അങ്ങനെ ചരിത്രം പറയണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നല്ലോ, നമ്മൾ അതിനെ അപലപിക്കുകയാണല്ലോ വേണ്ടത്. അതിൽ വിഷം കലർത്തി മീൻ പിടിക്കാൻ നോക്കുന്നയാൾ, ഒരു 4 വോട്ട് പിടിക്കാൻ നോക്കിയാൽ അതിനെ നമ്മൾ തള്ളി പറയും. അത് ശരിയല്ല. അത് കൊല്ലപ്പെട്ടവരോടുള്ള അനീതിയാണ്. ഞാനിവിടെ പറയാൻ ആഗ്രഹിച്ചത്, കൊല്ലത്ത് ഞങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ദേവദത്തൻ ഈ കഴിഞ്ഞ മാസമാണ് കൊല്ലപ്പെട്ടത്. വേണു, നിങ്ങളൊരു ചർച്ച നടത്തിയില്ലല്ലോ. ആ ദേവദത്തൻ്റെ ജീവൻ ഒരു വിലയുമില്ലേ? ഞാൻ ആ ചർച്ച കാണാതെ പോയതാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇവിടെ ഡീൻ കുര്യാക്കോസ് ആ വധത്തെ തള്ളി പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയോ? ഏതെങ്കിലും ഒരു ചാനൽ സ്റ്റുഡിയോയിൽ ഡീൻ കുര്യാക്കോസിന് ഇങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നോ? ഈ ജീവന് നിങ്ങൾ വില കൊടുക്കുമോ എന്ന്, നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും, നിങ്ങൾ തള്ളി പറയുമോ എന്ന് ചോദിക്കേണ്ടി വന്നു. നമ്മൾ കണ്ടില്ലല്ലോ ആ കൊലപാതകം. ശ്യാം വൈക്കത്ത് കൊല്ലപ്പെട്ടിട്ട് അല്പമല്ലേ ആയുള്ളൂ, ദിവസങ്ങളല്ലേ ആയുള്ളൂ. ഏതെങ്കിലും ഒരു ചാനൽ ചർച്ച ചെയ്തോ? പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമല്ലേ റിപ്പോർട്ട് ചെയ്തത്? അബൂബക്കർ സിദ്ദിഖ് ഇതേ കാസർഗോഡ് കൊല്ലപ്പെട്ടിട്ട് മാസങ്ങളല്ലേ ആയുള്ളൂ. നമ്മുടെ ചാനലുകൾ ഇതുപോലെ നീണ്ട ചർച്ചകളിലേക്ക് ആ വിഷയം പോയോ? ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാ കൊലകളെയും അപലപിക്കണം. ഇപ്പോൾ ദേവദത്തൻ കൊല്ലപ്പെട്ടത് ഡീന് പങ്കുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ തള്ളിപ്പറയണം, എല്ലാ കൊലപാതകങ്ങളെയും തള്ളിപ്പറയണം. ഇനി നിങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവർ പ്രതിയായതാണ് അബൂബക്കർ സിദ്ദിഖിൻ്റെത്, RSS ആണ്. പക്ഷെ നിങ്ങൾക്കൊരു തള്ളിപ്പറയൽ നടത്തിക്കൂടെ ആ കൊലപാതകത്തെ? നിങ്ങളല്ല ഈ സംഭവങ്ങളൊക്കെ ഗൗരവതരമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വന്നാൽ അതിൽ തുറന്ന മനസ്സോടെയാണ് സമീപിക്കുക. എന്തെങ്കിലും ഏകപക്ഷീയത ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങേക്ക് വിമർശിക്കുകയും ചെയ്യാം. ഇപ്പൊ അഭിമന്യുവിന്റെ കാര്യം, അത് വളരെ സവിശേഷമായ ഒന്നായിരുന്നു ആ രക്തസാക്ഷിത്വം. അതിന്റെ എല്ലാ ഗൗരവത്തോടെയും നാം ചർച്ച ചെയ്തു. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഒരു സെക്കൻഡ്, ഇവിടുത്തെ പ്രശ്നം അതല്ല. നിങ്ങൾ ഈ തള്ളിപ്പറയുന്നു എന്നതാണ് നിങ്ങളുടെ വാദത്തിന്റെ ആകെ ബലകേന്ദ്രം. പക്ഷെ അവിടെയാണ് മറുചോദ്യം വരുന്നത്. നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഒരു വലിയ കൂട്ടരുണ്ട്, അവരെയെല്ലാം നിങ്ങൾ പിന്നീട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ ഈ തള്ളിപ്പറയുന്നതിന്റെ പൊള്ളത്തരവും ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരാം. ദയവായിട്ട് നിങ്ങൾ ഒരിത്തിരി കൂടി സമയം എനിക്ക് തന്നാലാണ് ഇത് പറയാൻ പറ്റുക. ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇപ്പം അഭിമന്യുവിൻ്റെ ചർച്ച ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. ആ കൊലപാതകം കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നന്നായി ചർച്ച ചെയ്തതാണ്. ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഏത് സംഭവം ഉണ്ടായാലും ആ സംഭവത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കില്ലാതെ നാം ചർച്ച ചെയ്യണം. അത്തരം സംഭവങ്ങൾ ഇല്ലാതെയാവണം എന്ന ഉദ്ദേശത്തോടെ ഇവിടെ ഇപ്പോൾ 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട കാസർകോട്ട് പെരിയയുടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട് ഡീനെ. ആ സ്ഥലം മങ്ങാടാണ്. ഒരു 4 കൊല്ലം മുൻപാണ് ആ മങ്ങാട് ഒരു തിരുവോണ നാളിൽ, 2015 തിരുവോണ നാളിൽ
4 കൊല്ലം തികച്ചായിട്ടില്ല. ഞങ്ങളുടെ സഖാവ് MP ബാലകൃഷ്ണനെ കുത്തി മലർത്തിയത്, കൊന്നത് കോൺഗ്രസ്കാരായിരുന്നു പ്രതികൾ. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. ആ സംഭവത്തിൽ 7ാം പ്രതി നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവായിരുന്നു. അദ്ദേഹം കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ ഒരു വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ഡീൻ അറിയൂ? എന്തായിരുന്നു ഡീനെ പറഞ്ഞത്? DCC പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരുടെ പ്രേരണയും ഗൂഢാലോചനയുമാണ് ഈ കൊലയിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞത് MP ബാലകൃഷ്ണൻ വധക്കേസിലെ 7ാം പ്രതി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാവാണ്. അദ്ദേഹം വെറും ജില്ലാ നേതാവല്ല, DCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളുടെ മകനുമാണ്. നിങ്ങൾ എന്തു നിലപാട് സ്വീകരിച്ചു ഡീൻ? നിങ്ങൾ സ്വീകരിച്ച നിലപാട് ആ 7ാം പ്രതിയെ സ്വാധീനിച്ച് ഒരു സഹകരണ സംഘത്തിൽ, കോൺഗ്രസ് നിയന്ത്രിത സഹകരണ സംഘത്തിൽ ജോലി ഉടൻ തരപ്പെടുത്തി കൊടുത്ത് കൂടുതൽ ആരോപണങ്ങളിൽ നിന്ന് അയാളെ വിലക്കി. ആ ഡീനാണല്ലോ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ഉപയോഗിച്ച വിടുവായത്തം എന്ന വാക്ക് ഞാൻ തിരിച്ചുപയോഗിക്കുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിൽക്കുന്നു, നിങ്ങളുടെ പാർട്ടിയുടെ 2 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വികാരമുണ്ടാവും, നിങ്ങൾക്ക് വേദനയുണ്ടാവും. ഞാനതിനെ മാനിക്കും, കാരണം ഈ വേദന നിങ്ങളെക്കാളേറെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ പറയുമ്പോൾ ഈ യാഥാർത്ഥ്യം കാണാതിരിക്കരുത്. ഈ 2 ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടതിൻ്റെ വെളിപ്പാടവകലെ ബാലകൃഷ്ണൻ കൊലക്കേസിൽ നിങ്ങളുടെ സമീപനം എന്ത്? ആ പ്രതികളുടെ പേരിൽ നിങ്ങൾ എന്ത് നടപടി സ്വീകരിച്ചു? നിങ്ങൾ പ്രതിക്ക് സഹകരണ സംഘത്തിൽ ജോലി കൊടുത്തില്ലേ? ആ നിങ്ങളല്ലേ ഇപ്പോൾ ഷംസീറിനെ വിമർശിച്ചത്? ഷംസീർ നമ്മുടെ ചർച്ചയിൽ ഇല്ല. ഇപ്പോൾ ഷംസീർ ആ കല്യാണത്തിൽ പങ്കെടുത്തു. അയാളുടെ നിയോജക മണ്ഡലത്തിലെ ആ വിവാഹത്തിൽ ഷംസീർ പങ്കെടുത്തു. നിങ്ങൾ വിമർശിച്ചോളൂ. പക്ഷെ തിരിച്ചൊരു ചോദ്യമുണ്ട് ഡീൻ. ഒരു കൊലക്കേസ് പ്രതിയുടെ വിവാഹത്തിൽ CPM MLA പങ്കെടുത്തതിനെ നിങ്ങൾ വിമർശിക്കുമ്പോൾ എല്ലാവരും മറക്കുമെന്ന് കരുതരുത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി മത്സരിച്ച മണ്ഡലത്തിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരായിരുന്നു ഡീൻ? ഒരു കൊലക്കേസ് പ്രതിയെ നിങ്ങൾ ജയിലിൽ സന്ദർശിച്ചതിനെ കുറിച്ച് വേണു ചോദിക്കുന്നു. വേണു, ഞാൻ ആരുടെയും പേരൊന്നും ഇപ്പോഴും പറയുന്നില്ല. ആത്മപരിശോധന നടത്ത്. നിങ്ങൾ മുൻവിധിയില്ലാത്ത മനസ്സോടെ ചോദിക്കൂ. കൊലക്കേസ് പ്രതിയെ ജയിലിൽ സന്ദർശിച്ചു. ജയിലിലടക്കപ്പെടുന്നവരൊക്കെ പ്രതികളാണ്, പക്ഷെ പ്രതികൾക്കും അവകാശമുണ്ട്. ആരായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി? നിങ്ങൾക്കറിയില്ലെങ്കിൽ അടുത്ത അവസരം തരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. കൊലക്കേസിൽ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയ ആളെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചിട്ട് വീണ്ടും മത്സരിപ്പിച്ചിട്ട് നിങ്ങൾ പ്രതികളെ സംരക്ഷിച്ചു എന്ന് ആരോപിക്കുമ്പോൾ ആരോടാ നിങ്ങൾ ഈ പറയുന്നത്? വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊക്കെ പറഞ്ഞാൽ പക്ഷേ ഈ കൊലപാതകത്തിനെതിരായി സ്വരാജ്, എനിക്ക് സമയവും കൂടെ കുറവായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. അങ്ങ് സഹകരിക്കുക, മനസ്സിലാക്കുക. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോയതിനു ശേഷം ഡീനിന്റെ പ്രതികരണത്തിലേക്ക്.